എന്ത് എപ്പോൾ ചെയ്യുമെന്നറിയാത്ത നേതാവാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. അങ്ങനെയുള്ള കിം കൊടും നാശം വിതയ്ക്കുന്ന പുത്തൻ മിസൈൽ പരീക്ഷണവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. വലിയൊരു പ്രദേശത്തെ ഒന്നാകെ ചാമ്പലാക്കാൻ ശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച അത്യാധുനിക ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്തര കൊറിയ വിജയകരമായി പരീക്ഷിച്ചു. ഞായറാഴ്ച നടന്ന പരീക്ഷണത്തിന് കിം ജോങ് ഉൻ നേരിട്ടാണ് നേതൃത്വം നൽകിയത്. ഹോസോങ് ടൂക്ക എന്ന ഉപരിതല മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ നശീകരണ പ്രകടനശേഷി ഉത്തര കൊറിയ ലോകത്തിന് മുന്നിൽ വീണ്ടും പ്രദർശിപ്പിക്കുകയാണ്. ഏതാണ്ട് 6.5 മുതൽ 7 ഹെക്ടർ വരെ പ്രദേശം നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ശേഷിയുള്ള ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകളും ഫ്രാഗ്മെന്റേഷൻ മൈൻ വാർഹെഡുകളും ഉൾക്കൊള്ളുന്നവയാണ് ഈ മിസൈലുകൾ എന്നാണ് ഉത്തര കൊറിയയുടെ അവകാശവാദം. കടലിലെ ഒരു ദ്വീപിനെ ലക്ഷ്യമാക്കി തൊടുത്ത മിസൈലുകൾ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആയുധശേഖരം നവീകരിക്കുന്നതിന്റെ ഭാഗമായി 5 അത്യാധുനിക മിസൈലുകളാണ് പരീക്ഷിച്ചത് എന്നും ഉയർന്ന ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നത് സുപ്രധാനമാണെന്നും പരീക്ഷണത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് കിം ജോങ് ഉൻ പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ലസ്റ്റർ ബോംബുകളുടെ പ്രകടനശേഷി വീണ്ടും ചർച്ചയായതായാണ് ആയുധ നിർമ്മാണം വേഗത്തിലാക്കാൻ ഉത്തര കൊറിയയെ പ്രേരിപ്പിച്ചത് എന്ന് നിരീക്ഷകർ കരുതുന്നു. സാധാരണ മിസൈലുകൾ ഒരു സ്ഥലത്ത് മാത്രം നാശം വിതയ്ക്കുമ്പോൾ ക്ലസ്റ്റർ മിസൈലുകൾ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച് 100 കണക്കിന് ചെറിയ ബോംബുകളായി ചിതറി വീഴും. ഇത് തീമഴ പെയ്യിക്കും. ഒരേ സമയം ചിതറി വീഴുന്ന ഈ ബോംബുകളെ തടഞ്ഞു നിർത്താൻ അമേരിക്കയുടെയോ ദക്ഷിണ കൊറിയയുടെയോ നിലവിലെ ആന്റി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്നതാണ് സത്യം. ശത്രുക്കളുടെ സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവ നിമിഷനേരം കൊണ്ട് ഇല്ലാതാക്കാൻ ഇതിന് സാധിക്കും. വൻ നാശനഷ്ടമാണ് ഈ ബോംബ് ഉണ്ടാക്കുന്നത്. ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്ന ക്ലസ്റ്റർ ബോംബുകളുടെയും ഫ്രാഗ്മെന്റേഷൻ മൈനുകളുടെയും പ്രകടനശേഷി പരിശോധിക്കുകയായിരുന്നു ഈ പരീക്ഷണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഉത്തര കൊറിയൻ മാധ്യമങ്ങൾ പറയുന്നു. പരീക്ഷണത്തിൽ കിം ജോങ് ഉൻ അതീവ സംതൃപ്തി രേഖപ്പെടുത്തി. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ വഴിമുട്ടിയതിനു പിന്നാലെ ആണവായുധങ്ങൾക്ക് പുറമെ ഇത്തരം ഹ്രസ്വദൂര തന്ത്രപ്രധാന ആയുധങ്ങളുടെ പരീക്ഷണവും ഉത്തര കൊറിയ വ്യാപകമാക്കിയിരിക്കുകയാണ്. കൊറിയൻ ഉപദ്വീപിൽ കിമ്മിന്റെ ഈ പുതിയ നീക്കം വലിയ യുദ്ധഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപ് നടന്ന സമാനമായ പരീക്ഷണങ്ങളിൽ കിം തന്റെ മകളെയും ഒപ്പം കൂട്ടിയിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരുന്നു. ക്ലസ്റ്റർ ബോംബുകൾ നിരോധിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര കരാറിൽ ലോകത്തിലെ 120-ലധികം രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഉത്തര കൊറിയ, ഇറാൻ, ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങൾ ഈ കരാറിന്റെ ഭാഗമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നയതന്ത്ര ബന്ധം 2019 തകർന്നതിനു ശേഷം ഹൈടെക് ആയുധശേഖരം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കിം ജോങ് ഉൻ. മൾട്ടി വാർഹെഡ് ന്യൂക്ലിയർ മിസൈലുകൾ, ഹൈപ്പർസോണിക് ആയുധങ്ങൾ, അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മെയ് മാസത്തിൽ ബീജിംഗിൽ വെച്ച് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായുള്ള ഭാവി ചർച്ചകളിൽ തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാനാണ് ഉത്തര കൊറിയ ഇത്തരം മിസൈൽ പരീക്ഷണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന ഉപാധി അമേരിക്ക ഒഴിവാക്കിയാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന സൂചനയും ഉത്തര കൊറിയ നൽകുന്നുണ്ട്. മകൾക്കൊപ്പം ടാങ്ക് ഓടിക്കുന്ന കിം ജോങ് ഉന്നിന്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. കിമ്മിന്റെ പിൻഗാമിയായി പരിഗണിക്കപ്പെടുന്ന മകൾ അടുത്ത കാലത്തായി പ്രധാന സൈനിക പരിപാടികളിലെല്ലാം സജീവ സാന്നിധ്യമാണ്. മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉത്തര കൊറിയയുടെ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് അയൽ രാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. ഈ അടുത്ത കാലത്തെ പരീക്ഷണങ്ങൾ കാണിക്കുന്നത് ഉത്തര കൊറിയ ഒരേ ഒരു ആയുധശാഖയിൽ മാത്രം ആശ്രയിക്കുന്നില്ല എന്നതാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, യുദ്ധവിമാന വിരുദ്ധ സംവിധാനങ്ങൾ, നാവിക വിക്ഷേപണങ്ങൾ എന്നിവയിൽ ഒരുമിച്ച് പുരോഗതി ലക്ഷ്യമിടുന്നു. ഇത് ആധുനിക യുദ്ധരീതികളോട് ചേർന്ന ഒരു പ്രതിരോധ നവീകരണമാണ്. വലിയ സൈനിക ശക്തികളോട് നേരിട്ട് മത്സരം നടത്താൻ കഴിയാത്ത രാജ്യങ്ങൾ സാധാരണയായി അസാമാന്യ സാങ്കേതിക വിദ്യകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഉത്തര കൊറിയയും അതേ പാതയിലാണ്. കൂടാതെ റഷ്യയുമായുള്ള ഉത്തര കൊറിയയുടെ വളർന്നുവരുന്ന ബന്ധവും ചർച്ചയാകുന്നുണ്ട്. റഷ്യയുമായി സൈനിക സാങ്കേതിക സഹകരണം വർദ്ധിക്കുന്നുവെന്ന വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട്. കൂടാതെ ഇറാന് സഹായം നൽകുമെന്ന ഉത്തര കൊറിയയുടെ വാക്കുകളും പുറത്തുവരുന്നുണ്ട്. ഇതെല്ലാം അമേരിക്കയ്ക്ക് നേരെയുള്ള യുദ്ധ കൊടുമ്പിരിയായി കണക്കാക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.